ഹലോ ഇത് എപ്പിസോഡ് 5. ചേട്ടൻ്റെ വീട്ടിലെ അവസാന ദിവസം രാവിലെ എൻ്റെ ഉപ്മാവ് കഴിച്ചു. എൻ്റെ ഉപ്മാവ് കഴിക്കൽ കണ്ടിട്ടാണെന്ന് അറിയില്ല, ചേട്ടൻ ജായി ചിരി. കൊള്ളാം, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ ഇരുന്ന് കഴിച്ചു. മച്ചാൻ്റെ കലാവിരുദ്ധ അങ്ങോട്ട് പുറത്തെടുത്ത് രാവിലെ തന്നെ. ആലപ്പുഴ ജിം കണ്ടിട്ട് അസ്ലന്റെ ലുക്ക് അതാണ് ലക്ഷ്യം. അതിനെ ഫ്രണ്ടിൽ പാട്ടൊക്കെ വെച്ച് ആ മൂട പിടിച്ച് അങ്ങോട്ട് വെട്ടി. സംഭവം വെട്ടി വന്നപ്പോൾ ഏകദേശം ആ ലുക്കൊക്കെ പിടിച്ച് കണ്ടില്ലേ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആശ, ഞാൻ ഇരുന്ന് കൊടുത്തു ചെക്കൻ പഠിക്കട്ടെ. സംഭവം ആൾക്ക് കഴിവുണ്ട് കേട്ടാ. സംഭവം ക്ലൈമാക്സ് പാടില്ല, അവസാനം കണ്ട സന്തോഷാസ്ത്ര പൊളി സാധനം. അത് കഴിഞ്ഞ് 50,000 ഷൂ. എന്റെ പൊന്നി കാശിന്റെ കഴിവ്. പക്ഷെ കെട്ടാറിയില്ല, കെട്ടാൻ നമ്മുടെ അഖിൽ ചേട്ടൻ വേണം. കണ്ട ഒറ്റക്കാലിൽ നിൽക്കുക. അങ്ങനെ അവസാനം ഷൂ ഒക്കെ ഇട്ട് ടിപ് ടോപ്പ് ആയിട്ട് ഇറങ്ങി. ഞാൻ മുടി ഒന്നുകൂടി നോക്കി, കുഴപ്പമില്ലാട്ടാ. അത് കഴിഞ്ഞ് രാജീഷേട്ട ഫോട്ടോഷൂട്ട്. എന്റെ പൊന്നി എന്തൊരു ആറ്റിറ്റ്യൂഡ്. ആ ഷൂ ആണ് ഹൈലൈറ്റ്. അത് വിട്. അതിന് ഞങ്ങൾ ചേട്ടനെ അതിനെ കൂട്ടി പിക്ക് എടുത്ത്. കൊള്ളാല. അത് കഴിഞ്ഞ് മുടി വിഗല്ലെന്ന് കാണിക്കാൻ വേണ്ടി കബാലി സ്റ്റൈലിൽ ഒന്ന് പൊക്കി. കാരണം അടുത്ത ആഴ്ചയുള്ള കല്യാണമാണ്. അപ്പോഴേക്കും അഖിൽ ചേട്ടൻ ടാറ്റ പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ 3 പേരായി. ഒരു പള്ളിയുടെ ബാക്കിലാണ് ബാൻ ഓഫ്. കണ്ടപ്പോൾ സോളാർ പാടം പോലത്തെ ഒരു സാധനം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഓർമ്മ വന്നു. അപ്പോൾ നോക്കിട്ട് അതായത് നമ്മൾ വിട്ടുപോയിട്ടുള്ള അഖിൽ ചേട്ടൻ അവിടെ നിന്ന് ടാറ്റ വരും. ഇങ്ങേരും ടാറ്റ കൊടുത്തു. ടാറ്റ ഒന്ന് തീരണില്ലേ. ഇത് കണ്ടിട്ട് ഡിബിക്കൊന്നും സഹിക്കാൻ പറ്റുന്ന ട്രെയിൻ വേഗം വന്നു കയറിപ്പോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോണ്ട ട്രെയിൻ വന്നു. ഞാൻ ചേട്ടന് വിവാഹമംഗളാശംസകളൊക്കെ നേർന്ന് ഞാനും പോയി. അങ്ങനെ കുറച്ചു നേരം യാത്രയ്ക്ക് ശേഷം അപ്പൻ എന്തോ സ്റ്റാറ്റസ് കിട്ടും. നോക്കിയപ്പോൾ അപ്പൻ്റെ റൊമാൻറ്റിക് മൂഡ് ഓൺ സ്റ്റാറ്റസ്. എൻ്റെ പൊന്നെ, ഇങ്ങനെ ഈ പ്രായത്തിലാണ് ഈ പണ്ടെന്തായിരിക്കും. അത് വിട്. അത് കഴിഞ്ഞ് ബി ലൈഫിൽ ബാൻ ഓഫ്. നടക്കാനൊന്നും വയ്യ, കാരണം ലെഗ് അടിച്ചിട്ട് 4-ാമത്തെ ദിവസം നല്ല സുഖമുണ്ട്. ഇപ്പോഴും വീട്ടിലൊന്നും കഴിക്കാനില്ല. ഓട്സ് പുഡിങ് ഉണ്ടാക്കി, മൾട്ടിവിറ്റാമിൻ കുടിച്ചു, ബുക്കും വായിച്ച് കിടന്നുറങ്ങി.